Hi, hello, welcome to Maxpini. ഈ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 20.6 കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവാലുവേറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ integral over c z cube minus 2z plus 1 divided by z minus I whole square, and c is the circle mod z equal to 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓവർ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഹോൾ റേസ് ടു n plus 1 dz equal to 2 pi I into fn nth derivative at the point a divided by n factorial. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ജനറൽ ഫോർമുല. നമുക്ക് ഇവിടെ ജനറൽ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്, കാരണം പവർ 2 ആണ്. സോ n plus 1 എന്ന് പറയുന്നത് 2 ആണ്. സോ n 1 ആണ്. സോ ഇത് ഇന്റഗ്രൽ ഓവർ mod z equal to 2 z cube minus 2z plus 1 divided by z minus I whole square. സോ n 1 ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് മോഡ് z equal to 2 നമ്മൾ സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 minus 2. ഇവിടെ നമുക്ക് z equal to I ആണ് അനലിറ്റിക് അല്ലാത്ത പോയിന്റ് വരുന്നത്. z equal to I എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഈ സർക്കിളിന്റെ ഇൻസൈഡ് ആണ് I, ഇത് 2I ആണ്. സോ ഇൻസൈഡ് പോയിന്റ് ആണ് z equal to I എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. 2 pi I ഇൻറ്റു ഇവിടെ n 1 ആണ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. f ഡാഷ് ഓഫ് I a equal to I ആണ്. അടുത്ത പോയിന്റ് I 1 divided by 1 factorial 2 pi I. f of z എന്ന് പറയുന്നത് z cube minus 2z plus 1 ആണ്. f dash എന്ന് പറയുന്നത് 3z square minus 2 ആണ്. f dash of I എന്ന് പറയുന്നത് 3 into I square നമുക്കറിയാം minus 1 ആണ്, minus 2. That is minus 3 minus 2 minus 5. 2 pi I into minus 5 വരും. That is minus 10 pi I is the answer. Second question വരുന്നത് integral over c e raised to minus z divided by z minus 1 into z minus 2 whole square dz. Circle mod z equal to 3 ആണ്. അപ്പോൾ നമ്മൾ ഈ സർക്കിൾ mod z equal to 3 കാത്ത് mod z is equal to 3 കാത്ത് 2, അതുപോലെ തന്നെ ഇവിടെ വരുന്നത് 1 ആണ്. 1 രണ്ടും mod z equal to 3ന്റെ ഇൻസൈഡ് ആണുള്ളത്. സോ നമുക്കിവിടെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വരുന്നത് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതൊന്ന് മാറ്റണം. സോ ഫസ്റ്റ് ഇതിനെ നമുക്ക് മാറ്റാം. 1 by z minus 1 into z minus 2 ഹോൾ സ്ക്വയറിനെ നമുക്ക് a by z minus 1 plus b by z minus 2 plus c by z minus 2 whole square ഇങ്ങനെ എഴുതാം. So this is equal to a into z minus 2 whole square plus b into z minus 1 into z minus 2 plus c into z minus 1. Cross multiply divided by z minus 1 into z minus 2 into z minus 2 whole square വരും. This is equal to 1 by z minus 1 into z minus 2 whole square. So ഇത് cancel ചെയ്ത് കഴിഞ്ഞാൽ 1 is equal to ഇതെന്ന് വരും കിട്ടും. നമുക്ക് ഫസ്റ്റ് z is equal to 2 കൊടുത്തു കഴിഞ്ഞാൽ 1 equal to c എന്ന് കിട്ടും. രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. c 2 മൈനസ് c equal to 1 എന്ന് കിട്ടും. സെയിം നമ്മൾ z is equal to 1 കൊടുക്കുകയാണെങ്കിൽ 1 is equal to a എന്ന് കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. a ആണ് വരുന്നത്. 1 minus 2 whole square minus 1 സ്ക്വയർ 1 ആണ്. സോ a equal to 1 എന്ന് കിട്ടും. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് b കിട്ടും. z is equal to 0 കൊടുത്തേക്കും. 0 കൊടുത്തു കഴിഞ്ഞാൽ 1 is equal to
A1 ആണെന്ന് നമുക്കറിയാം. -2 ഇവിടെ ഇപ്പം A1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 -2 whole square, that is 4 plus B into -1 into -2 plus C1 ആണ്. അവിടെ ഒരു 0 -1 -1. So what we get? 4 -1 3. ഇങ്ങോട്ടേക്ക് എടുത്താൽ 1 -3 ഇവിടെ വരും. B into -1 into -2 is 2. This is -2 equal to 2 into B, which implies B is equal to -1. So A equal to 1, B equal to -1, C equal to 1 എന്ന് കിട്ടും. So നമ്മളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ integral over mod z equal to 3 e raised to -z divided by z minus 1 into z minus 2 whole square dz, which is equal to integral over mod z equal to 3 e raised to -z. നമുക്ക് ആദ്യം കിട്ടിയത് a ആണ്. a by z minus 1 ആണ്. z minus 1 dz plus b by z minus 2 ആണ്. b minus 1 ആണ്. integral over mod z equal to 3 e raised to -z. b ന്റെ -1 ഉണ്ട്. z minus 2 dz. നെക്സ്റ്റ് c1 ആണ്. so a raised to -z by z minus 2 whole square dz. സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഓരോ ടേമിലും അപ്ലൈ ചെയ്യാം. z equal to 1 ഇൻസൈഡ് ആണ്. z equal to 2 ഇൻസൈഡ് ആണ്. e raised to -z ആണ് നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വാല്യൂ 2πi into f of 1 ആണ് ഇതിന്റെ വാല്യൂ വരുന്നത്. കാരണം ഇവിടെ all raised to 0 plus 1 അങ്ങനെയാണ് വരുന്നത്. n 0 ആണ്. സോ f of 1 നമുക്കറിയാം ഇതിന്റെ വാല്യൂ f of a ആണ്. 2πi f of a. 2πi into f of 1 പ്ലസ് അടുത്തതും 2πi into f of 2. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസ് നെക്സ്റ്റ് വരുന്നത് ഇവിടെ n ഇത് 2 ആണ്. n plus 1 2 ആണ്. സോ n 1 ആണ്. 2πi into ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം. f dash of 2 divided by 1 factorial. This is 2πi. f of 1 is e raised to -1 plus minus 2πi is minus e raised to -2 plus 2πi. ഇവിടെ f of z നമ്മൾ e raised to -z ആണ്. f dash z എന്ന് പറയുന്നത് minus e raised to -z വരും. ഈ മൈനസ് f dash of 2 എന്ന് പറയുന്നത് minus e raised to -2 വരും. into minus e raised to -2. 2πi common ആണ്. e raised to -1. This is minus e raised to -2 minus e raised to -2 is minus 2 e raised to -2. This is the final answer. 2πi e raised to -1 minus 2 e raised to -2. Simplify ചെയ്യണമെങ്കിൽ ചെയ്യാം. This is the answer. Next question പറയുന്നത് integral over c z divided by z square minus 3z plus 2 dz. C is the circle mod z minus 2 equal to 1 by 2. So, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ മോഡ് z minus 2 equal to 1 by 2. അതായത് 2 സെന്റർ ചെയ്തിട്ട് 1 by 2 റേഡിയസിലുള്ള സർക്കിളാണ്. സെന്റർ 2 ആൻഡ് 1 by 2 റേഡിയസ്. നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്നത് z square minus 3z plus 2. ഇത് നമുക്ക് z minus 1 into z minus 2 എന്ന് എഴുതാം. ഇവിടെ z equal to 1 ഉം 2 ആണ് നമുക്ക് അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സ്. നോട്ട് അനലിറ്റിക് ആണ്. z equal to 1 and 2. ഈ സർക്കിളിനകത്ത് നമുക്ക് z equal to 1 വരില്ല. 2 സെന്റർ ചെയ്തിട്ട് ഹാഫ് റേഡിയസ് ഉള്ള സർക്കിളാണ്. ഇത് 1.5 2.5 ആണ്. സോ 1 ഇതിനകത്തില്ല. 2 സർക്കിളിന്റെ ഇൻസൈഡ് ആണ്, 1 ഔട്ട്സൈഡ് ആണ്. അതുകൊണ്ട് 1ൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, 2ല് ഫംഗ്ഷൻ അനലിറ്റിക് അല്ല ഈ സർക്കിളിനകത്ത്. സോ ഇതിന്റെ ഔട്ട്സൈഡ് വരുന്നത് 1 ആണ്. നമുക്കപ്പോൾ ഇതിനെ
ഫംഗ്ഷന് z ഡിവൈഡഡ് ബൈ z മൈനസ് 1 ന്യൂമറേറ്ററിൽ എടുക്കാം, ഡിനോമിനേറ്ററിൽ z മൈനസ് 2 വെക്കാം dz. അതായത് z മൈനസ് 1 നമ്മൾ ന്യൂമറേറ്ററിന്റെ കൂടെ വെച്ചു. ഇവിടെ നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോമിലെ f ഓഫ് z, കോഷീസ് ഇന്റഗ്രൽ ഫോമുലയിലെ f ഓഫ് z എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ z ബൈ z മൈനസ് 1 വരും. ഡിനോമിനേറ്ററിൽ z മൈനസ് a എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ 2 ആണ്. So by Cauchy's integral formula ഇതിന്റെ വാല്യൂ 2 pi I into f of a എന്നാണ് വരുന്നത്, f of 2 എന്ന് വരും. f of 2 f എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ 2 വാല്യൂ ഇട്ട് കൊടുക്കാം, 2 divided by 2 minus 1. That means 4 pi I ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ c e raised to z dz divided by z plus 1 whole square. C is the circle mode z minus 1 equal to 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ e raised to z ഡിനോമിനേറ്റർ z plus 1 whole square. So z is equal to minus 1 ആണ് ഇവിടെ നമ്മൾ അനലിറ്റിക് അല്ലാത്ത പോയിന്റ് വരുന്നത്. അതുപോലെ തന്നെ n plus 1 2 ആണ്. സോ n 1 ആണ് Cauchy's integral ഫോമുലയിൽ. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ എന്ന് പറയുന്നത് 1 സെന്റർ ചെയ്തിട്ട് 3 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. 3 റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 വരും, 3 വരും, 4, 1 2 3. അതുപോലെ തന്നെ 0 വരും, -1 -2, 1 2 3. 3 റേഡിയസ് 1 സെന്റർ ചെയ്തിട്ട് 3 റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറയുന്നത് ഇതിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ ആണ്. നമുക്കിവിടെ -1 ആണ്. -1 ഇൻസൈഡ് ദ സർക്കിൾ ആണ്. സോ -1 ഇതിനകത്ത് ഉണ്ട്. സോ നമ്മുടെ സിംഗുലാരിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ c e raised to z divided by z plus 1 all square dz. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ബൈ Cauchy's ഇന്റഗ്രൽ ഫോർമുല 2 pi I into f of ഇവിടെ n ആണ്, സോ f dash ആണ്, n plus 1 n 1 ആണ്. സോ f dash of -1 by 1 factorial. ഇതാണ് ബൈ Cauchy's ഇന്റഗ്രൽ ഫോർമുല. ഇതായിരിക്കും ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം f ഓഫ് z e raised to z ആണ്, f dash എന്ന് പറയുന്നത് e raised to z തന്നെയാണ്. 2 pi I f dash e raised to z തന്നെയാണ്. f dash of -1 എന്ന് പറഞ്ഞാൽ e raised to -1. 2 pi I into e raised to -1 എന്ന് വരും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ integral over c log z by z minus 1 all cube. The circle mode z minus 1 equal to 1 by 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ നമുക്ക് z equal to 1 ആണ് അനലിറ്റിക് അല്ലാതെ വരുന്നത്. സർക്കിൾ തന്നിരിക്കുന്നത് 1 സെന്റർ ചെയ്തിട്ട് ഹാഫ് റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. 1 സെന്റർ ചെയ്ത് ഹാഫ് റേഡിയസ് 1 പോയിന്റ് ഹാഫും ഇവിടെ ഹാഫും വരും. സോ 1 നമ്മൾ സെന്റർ ആണ്. സോ 1 ഇൻസൈഡ് ആണുള്ളത്, ഇൻസൈഡ് ദ സർക്കിൾ ആണ്. ഇവിടെ നമ്മൾ Cauchy's ഇന്റഗ്രൽ ഫോർമുല ജനറൽ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ n plus 1 ആണ് 3, n 2 ആണ്. അപ്പോൾ ഇത് ഇന്റഗ്രൽ ഓവർ c log z ഡിവൈഡഡ് ബൈ z മൈനസ് 1 all cube dz ബൈ Cauchy's ഇന്റഗ്രൽ ഫോർമുല is equal to 2 pi I into n 2 ആണ്. സോ f ഡബിൾ ഡാഷ് ഓഫ് വാല്യൂ 1 ആണ്, f ഡബിൾ ഡാഷ് ഓഫ് 1 a equal to 1 ആണ്, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. 2 ഫാക്ടോറിയൽ 2 തന്നെയാണ്. 2 ക്യാൻസൽ ചെയ്തു, ബാക്കി ഇവിടെ പൈ ആയി. നമുക്കറിയാം f ഓഫ് z ആണ് നമ്മുടെ log z എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ f ഡാഷ് log z ന്റെ ഡെറിവേറ്റീവ് 1 by z ആണ്, f ഡബിൾ ഡാഷ് -1 by z സ്ക്വയർ ആണ്. സോ ദിസ് ഈക്വൽ ടു f double dash of 1 minus 1 by 1 square എന്ന് വരുന്നു. That means minus pi I. This is the answer. Seventh question പറയുന്നത് evaluate f of 2 and f of 3 where f of a is equal to integral over c 2z square minus z minus 2 divided by z minus a dz. C is the circle, mod z equal to 2.5. Okay. f of 2 f of 3 എന്താണെന്നാണ് ചോദിക്കുന്നത്. a റീപ്ലേസ് ചെയ്തിട്ട് 2 and 3 ഇട്ട് കൊടുക്കാം.
ഇതാണ് നമുക്ക് എഫ് ഓഫ് എ തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 3ഉം ആണ്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സി 2z² മൈനസ് സെഡ് മൈനസ് 2 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 2 dz എന്ന് വരും. നമുക്കറിയാം കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ 2πi ഇൻറ്റു എന്താണോ ഈ ഫംഗ്ഷൻ. ഇപ്പൊ നമ്മൾ എഫ് ഓഫ് സ്മോൾ എഫ് വെച്ചിട്ട് ഇത് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഇതിനെ ക്യാപിറ്റൽ എഫ് എന്ന് വിളിക്കാം. സോ ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇതിന്റെ വാല്യൂ 2πi ഇൻറ്റു ഈ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദ പോയിന്റ് എ ആണ്. ഫംഗ്ഷനെ ഞാൻ ക്യാപിറ്റൽ എഫ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് 2 എന്ന് വരും. ഇവിടെ എഫ് ഓഫ് സെഡ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2z² മൈനസ് സെഡ് മൈനസ് 2. സോ ഈ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് 2 അതാണ് വരുന്നത്. കാരണം സെഡ് ഈക്വൽ ടു 2 ഇൻസൈഡ് ദ സർക്കിൾ ആണ്. ഇത് 0 സെന്റർ ചെയ്ത് 2.5 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. സോ 2 ഇൻസൈഡ് ആണ്. ഇതിന്റെ വാല്യൂ അറ്റ് 2 ആണ്. അതായത് 2πi ഇൻറ്റു 2 into 2 square minus 2 minus 2. That means 2πi 2 into 2 square 8 minus 4 4. 8πi answer. Next ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് 3 ആണ്. സെയിം നമ്മൾ എഫ് ഓഫ് 3 കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സി 2z² മൈനസ് സെഡ് മൈനസ് 2 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 3 dz എന്ന് വരും. ബട്ട് സെഡ് ഈക്വൽ ടു 3 ഈ സർക്കിളിന്റെ ഔട്ട്സൈഡ് ആണ്. 2.5 റേഡിയസ് ഉള്ള 0 സെന്റർ ചെയ്ത് 2.5 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. 3 ഇതിന്റെ ഔട്ട്സൈഡ് പോയിന്റ് ആണ്. 3 ഔട്ട്സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഈ എൻറ്റയർ ഫംഗ്ഷൻ തന്നിരിക്കുന്ന കംപ്ലീറ്റ് ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഇൻസൈഡ് ദ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 2.5. സോ ബൈ കോഷീസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അനലിറ്റിക് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. If phi of theta equal to integral over c 3z² plus 7z plus 1 z minus theta dz, where c is the circle mod z equal to 2. Find the values of phi of 3, phi dash of 1 minus I, phi double dash of 1 minus I. Phi എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, phi of theta നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മളടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് phi of 3 എന്താണെന്നാണ്. phi of 3 നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഇത് ഇന്റഗ്രൽ ഓവർ സി 3z² plus 7z plus 1 divided by z minus 3 dz എന്ന് വരും. z equal to 3 നമ്മളടുത്ത് ഇവിടെ തന്നിരിക്കുന്നത് മോഡ് z equal to 2 എന്ന് പറയുന്ന സർക്കിൾ ആണ്. 0 സെന്റർ ചെയ്ത് 2 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. z equal to 3 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. സർക്കിളിന്റെ ഔട്ട്സൈഡ് ഉള്ള പോയിന്റ് ആണ് z equal to 3 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് കാണേണ്ടത് phi dash of 1 minus I അതുപോലെ തന്നെ phi double dash of 1 minus I. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 1 minus I എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1 minus I x plus iy എന്ന് പറഞ്ഞാൽ x, y എന്ന് പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്. അതായത് 1, -1. ഇത് ഇതിന്റെ സർക്കിളിന്റെ ഇൻസൈഡ് വരുന്ന പോയിന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മോഡുലസ് എടുത്ത് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് y സ്ക്വയർ -1 സ്ക്വയർ. ഇത് √2 ആണ്. 1 + 1 √2 ആണ്. ഇത് ഇൻസൈഡ് ദ സർക്കിൾ ആണ്. 2 റേഡിയസ് സർക്കിളിന്റെ ഇൻസൈഡ് പോയിന്റ് ആണ് 1 - I എന്ന് പറയുന്നത്. സോ 1 - I ഇൻസൈഡ് ആണ്. അത് സിംഗുലാർ പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ phi ഓഫ് θ എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സി 3z² plus 7z plus 1 divided by z minus theta dz. Theta എന്ന് പറയുന്നത് ഇൻസൈഡ് ആണെങ്കിൽ നമുക്ക് ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇതിന്റെ വാല്യൂ 2πi ഇൻറ്റു ഈ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് θ ആണ് അല്ലെ. അതായത് 3z² plus 7z plus 1. ഇതായിരിക്കും ഈ ഇന്റഗ്രലിന്റെ വാല്യൂ ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. θ ഇൻസൈഡ് ആണെങ്കിൽ.
ഔട്ട്സൈഡ് ആണെങ്കിൽ 0 ആണ്. ഇത് ബൈ കോഷീസ് തിയറം ഇത് 0 ആണ്. ഇതാണ് നമ്മുടെ ഫൈ ഓഫ് സീറ്റ വരുന്നത്. ഇനി നമുക്ക് ഫൈ ഡാഷ് എന്താണെന്ന് നോക്കാം. ഫൈ ഡാഷ് ഓഫ് സീറ്റ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു സീറ്റ ആണെങ്കിൽ സീറ്റയിലെ ഫംഗ്ഷൻ ആണ്. വിത്ത് റെസ്പെക്ട് ടു സീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അത് 6 സീറ്റ 3 ഇൻറ്റു സീറ്റ സ്ക്വയറിന്റെ 2 സീറ്റ 6 സീറ്റ പ്ലസ് 7. ഡെറിവേറ്റീവ് വരുന്നത് 6 സീറ്റ പ്ലസ് 7 വരും. ഫൈ ഡബിൾ ഡാഷ് ഓഫ് സീറ്റ എന്ന് പറയുന്നത് 2πi ഇൻറ്റു 6 എന്ന് വരും. 6 മാത്രമേ ഉള്ളൂ. 7 കോൺസ്റ്റന്റ് ആണ്, 0 ആവും ഡെറിവേറ്റീവ്. അതായത് 12πi എന്ന് വരും. സോ നമുക്കിനി ഫൈ ഡാഷ് ഓഫ് 1 മൈനസ് ഐ ആണ് അറിയേണ്ടത്. സോ ഡയറക്റ്റ് ഇവിടെ വാല്യൂ കൊടുത്താൽ മതി. ഫൈ ഡാഷ് ഓഫ് 1 മൈനസ് ഐ 2πi ഇൻറ്റു 6 ഇൻറ്റു 1 മൈനസ് ഐ പ്ലസ് 7. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ എഴുതാം ഫൈ ഡാഷ് ഓഫ് 1 മൈനസ് ഐ ഇസ് ഈക്വൽ ടു 2πi 6 into 1 minus I, 6 minus 6i plus 7. That means 2πi into 13 minus 6i. That's the answer. Now phi double dash of 1 minus I. Phi double dash of 1 minus I. Phi double dash of theta is 12πi. So this is independent of theta. This is 12πi. ഇതാണ് ഫൈ ഡാഷ് ഫൈ ഡബിൾ ഡാഷ്. അതുപോലെ തന്നെ ഫൈ ഓഫ് 3 0 ആണ്. സൊല്യൂഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സൊല്യൂഷൻസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.